നിഷാദ്, ഇത് നമ്മുടെ ജനാധിപത്യം എത്ര ദുർബലമാണ്, അത് എത്രമാത്രം ജീർണിച്ചു കഴിഞ്ഞു എന്ന് കാണിക്കുന്ന ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമായിട്ടാണ് ഞാൻ കാണുന്നത്. കൈപ്പത്തി ചിഹ്നത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആളുകളാണ് ഈ തരത്തിൽ മാറി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത് വളരെ നേരത്തെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1967 തന്നെ ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം വെളിപ്പെട്ടതാണ്. ഹരിയാനയിൽ കോൺഗ്രസ് MLA ആയ ഗയാലാൽ എന്ന് പറയുന്ന ആൾ ഒരു ദിവസം 3 വട്ടം പാർട്ടി മാറി. അങ്ങനെയാണ് ആയാറാം ഗയാറാം എന്നുള്ള ഒരു ശൈലി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഉപയോഗിക്കുന്നൊരു ശൈലിയാണത്. കൂറുമാറ്റത്തിന് ആയാറാം ഗയാറാം, ആ ഗയാലാലിൻ്റെ പേരിൽ നിന്ന് വന്നാണ്. എൻ്റെ ധാരണ ശരിയാണെങ്കിൽ 1985 കൂറുമാറ്റ നിയമം വരുന്നത്. ആ കൂറുമാറ്റ നിയമത്തിൻ്റെ പരിധിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷൻ വരികയില്ല എന്നാണ് എൻ്റെ അറിവ്. അത് MLA മാരുടെയും MP മാരുടെയും കൂറുമാറ്റം നിരോധിക്കാനുള്ളതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാവുമ്പോൾ എന്താ സ്ഥിതി വെച്ചാൽ അവിടെ രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിനേക്കാൾ പ്രധാനം വ്യക്തികളും അതുപോലെ പ്രാദേശികമായ പ്രശ്നങ്ങളുമാണ്. കോൺഗ്രസ് ആണ് അതിൻ്റെ പഴയ ചരിത്രം നോക്കിയാൽ ഇന്ത്യയിൽ ജനാധിപത്യം എന്താണ് എന്ന് ബഹുജനങ്ങളെ പരിചയപ്പെടുത്തിയത്. പക്ഷെ ആ പാർട്ടിക്ക് ഇപ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം അതിനകത്ത് ജനാധിപത്യമില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ കോഴിക്കോട്ടെ DC പ്രസിഡന്റ് തീരുമാനിക്കുന്നത് ഡൽഹിയിലാണ്. അത് ഇവിടുത്തെ തിരഞ്ഞെടുപ്പിലല്ല തീരുമാനിക്കുന്നത്. ഇപ്പോൾ സാമാന്യത എന്താ വേണ്ടത്? കോഴിക്കോട് DC പ്രസിഡന്റിനെ കോഴിക്കോട്ടുകാർ എലക്ട് ചെയ്യാൻ വേണ്ടത്. അങ്ങനെയല്ല. അപ്പോൾ സ്ഥാനാർത്ഥി ആരാവണം, പ്രസിഡന്റ് ആരാവണം, DC പ്രസിഡന്റ് ആരാവണം, സെക്രട്ടറി ആരാവണം എന്നൊക്കെ പറഞ്ഞിട്ട് അധികാര തർക്കത്തിൻ്റെ ഏറ്റവും പരിഹാസ്യമായ രീതിയിൽ ഇപ്പോൾ ആലോചിച്ച് നോക്കൂ. KPCCക്ക് 58 സെക്രട്ടറിമാരുണ്ട്. ഏത് ജില്ലയിലൊരു ബസ് അപകടം ഉണ്ടായാലും 3-4 KPCC സെക്രട്ടറിമാർക്ക് പരിക്ക് പറ്റുന്ന സ്ഥിതിയാണ് കേരളത്തിൽ. അപ്പം നമ്മൾ ജനാധിപത്യത്തിൻ്റെ പേരിൽ എല്ലാവരും ആണയിടുക, ഭരണഘടനയുടെ പേരിൽ ആണയിടുക. ഇതൊക്കെ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടികൾക്കകത്ത് ജനാധിപത്യം വേണമല്ലോ, അതില്ല. അപ്പോൾ ഇലക്ഷൻ നടക്കണം. പണ്ട് അങ്ങനെയായിരുന്നു കോൺഗ്രസ്. അങ്ങനെയാണിപ്പോൾ മുഹമ്മദ് അബ്ദുറഹ്മാനൊക്കെ ജയിച്ചു വരുന്നത്. 1939 കാര്യം ഞാൻ പറഞ്ഞത്. അതുപോലെ അന്ന് 1938 നേതാജി ബോസ് പ്രസിഡന്റ് ഇലക്ഷനിലൂടെയാണ്. ഇപ്പോൾ ഇലക്ഷൻ എന്ന് പറയുന്നത് എവിടെയാണുള്ളത്? ഇപ്പോൾ ഖർഗെ വന്നത് ഇലക്ഷനിലാണ്, പക്ഷേ അതിൻ്റെ താഴോട്ട് എവിടെയാണ് ഇലക്ഷൻ ഉള്ളത്? അപ്പോൾ ഇതൊക്കെ സെലക്ഷനാണ്, അല്ലെങ്കിൽ നോമിനേഷനാണ്, അല്ലെങ്കിൽ ക്ലിക്കാണ്. അത് ജനാധിപത്യത്തെ, പ്രത്യേകിച്ച് ആ പാർട്ടിയെ ദുർബലമാക്കും. ഇപ്പോൾ വിമതനായിട്ട് മത്സരിച്ച് ജയിച്ചാൽ പിന്നെ പാർട്ടിയിലേക്ക് എടുക്കും. എന്താ അർത്ഥം? വിമതനാകുന്നതിന് കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ ജയിച്ചിരിക്കണം. തോറ്റാലാണ് നടപടി. എന്ത് തമാശ എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ പാർട്ടിക്കൊരു നയമുണ്ട്, ഒരു നിലപാടുണ്ട്. ആ നിലപാടിനെയും നയത്തെയാണ് ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്. അല്ലാതെ ഒരാൾ ജയിച്ചോ തോറ്റോ, ഇപ്പോൾ പ്രാദേശികമായിട്ട് പല പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രീതി വളരെ വിചിത്രമാണ് കോൺഗ്രസിനകത്ത്. അപ്പോൾ അതിൻ്റെ ഒരു വളരെ പരിഹാസ്യമായ ഒരു രംഗമാണ് നമ്മൾ കണ്ടത്. പിന്നെ ഇപ്പോൾ ഇവിടെ സംസാരിച്ച മറ്റത്തൂരിലെ മെമ്പർ സംസാരിച്ചപ്പോൾ അവർ BJP ആയിട്ട് കൂട്ടുകൂടി എന്ന് സമ്മതിക്കാൻ അദ്ദേഹത്തിനൊരു പ്രയാസമുണ്ട്. പക്ഷേ കാര്യം കൊണ്ട് അങ്ങനെയാണ്. അത് BJP ആയിട്ട് കൂട്ടുകൂടി ഭരണത്തിൽ ഇരിക്കണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട് എന്നിപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞ് നമ്മൾ കേട്ടു. അപ്പോൾ ഇവർക്ക് പഞ്ചായത്ത് മെമ്പർ സ്ഥാനം നഷ്ടപ്പെടാൻ പോകുന്നില്ല, കോൺഗ്രസിനകത്തെ സ്ഥാനമാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ എല്ലാ അർത്ഥത്തിലും രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് താഴെ തലം തൊട്ട് മേലെ തലം വരെ അധികാരത്തിൻ്റെ ആസക്തിയാണ് എല്ലാവർക്കും. ജനസേവനം എന്നൊരു സംഗതി മിക്ക പാർട്ടിയിലും പ്രാദേശിക നേതാക്കന്മാർ പോലും മറന്നുപോയി. അവർക്ക് അനങ്ങിയാൽ മെമ്പർ ആവണം, അല്ലെങ്കിൽ പ്രസിഡന്റ് ആവണം, അല്ലെങ്കിൽ KPCC സെക്രട്ടറി ആവണം. ഇങ്ങനെ ഈ തരത്തിൽ അധികാരാസക്തി മുഴുത്താൽ എങ്ങനെയാണ് ജനാധിപത്യം നിർമ്മിക്കാതിരിക്കാന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതിപ്പോ മോദിയുടെ BJP ചേർന്നാലും വേണ്ടില്ല, പിണറായി വിജയന്റെ CPM-ന് അടികൊടുത്തേ പറ്റൂ എന്ന നിഷ്കർഷയിലാണുള്ളത്.